ഹായ് ഓൾ ഓഫ് യു. ബോർഡ് എക്സാമിന് എല്ലാവരും നല്ല തകർത്ത് പഠിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ നമ്മുടെ സ്റ്റഡീസിൽ ഉണ്ടാകാവുന്ന ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്യാനുള്ള കുറച്ച് ട്രിക്സ് ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കെമിസ്ട്രിയിൽ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. കുറേ നമ്മൾ പഠിച്ചു. ഇപ്പം ഹാലോ ആൽക്കെയിൻസ് പഠിച്ചു, ആൽക്കഹോൾ ഫിനോൾസ് പഠിച്ചു, ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആസിഡ്സ് പഠിച്ചു. അമീൻസിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും ഹാലോ ആൽക്കെയിൻസിൽ പ്രിപ്പറേഷനിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നത്, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിലുള്ള കുറച്ച് കാര്യങ്ങൾ മറന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പെട്ടെന്ന് നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ മെമ്മറി പവർ കൂട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട നമ്മുടെ സ്റ്റഡി പാറ്റേൺ ഉണ്ട്. ആ ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ചാപ്റ്ററുകളിൽ നമുക്കുള്ള വെയിറ്റേജുകൾ, സ്കോർ വെയിറ്റേജുകൾ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ സെക്കൻഡ് ഇയർ പോർഷനിൽ നമുക്കുള്ള ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ഹാലോ ആൽക്കെയിൻസ്, ഹാലോ അരീൻസ്, ആൽക്കഹോൾ ഫീനോൾസ്, ഈതേഴ്സ്, ആൽഡിഹൈഡ്സ് കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്, അമീൻസ്, ബയോമോളിക്യൂൾസ്. ഇതിൽ ഈ ഹാലോ ആൽക്കെയിൻസ്, ഹാലോ അരീൻസ്, ആൽക്കഹോൾ ഫീനോൾസ്, ഈതേഴ്സ് നമുക്ക് ഏകദേശം സെയിം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഓൾമോസ്റ്റ് നമുക്ക് കിട്ടുന്നത്. നേരെ മറിച്ചുണ്ടല്ലോ, നമ്മളിപ്പോൾ ആൽഡിഹൈഡ്സ് കീറ്റോൺസിലേക്ക് പോവുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി കണ്ടന്റ് കൂടിയ ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ അതിലെ സ്കോർ വെയിറ്റേജ് കൂടുതലാണ്. അമീൻസിലേക്ക് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്തെടുക്കാവുന്ന കുറച്ച് പോർഷൻസ് ആണുള്ളത്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാവുന്ന കുറെ കാര്യങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ സ്കോർ വെയിറ്റേജ് എന്ന് പറയുന്നത് 5 വരുന്നുള്ളൂ. ബയോമോളിക്യൂൾസിൽ അത് 4 ആണ്. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ചാപ്റ്റർ കണ്ടന്റ് അനുസരിച്ച് തന്നെയാണ് ആ സ്കോർ വെയിറ്റേജ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മുൻപിലുള്ള പോർഷൻസ് അല്ലെങ്കിൽ ടോപ്പിക്കുകളെല്ലാം നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ മെമ്മറിയിലേക്ക് നമ്മൾ കൊണ്ടുവരണമല്ലോ. അപ്പോൾ നമ്മുടെ പഠനം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി മെത്തേഡും ആ രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എക്സാം ടൈമിൽ പെട്ടെന്ന് നമ്മുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കുറച്ച് സമയം നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാ: മീഥൈൽ ബ്രോമൈഡ് ഇൻ അയഡിൻ ഇൻ പ്രസൻസ് ഓഫ് അയഡിൻ, അല്ലെങ്കിൽ മീഥൈൽ അയോഡൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് മീഥൈൽ ബ്രോമൈഡ് ആണ്, ഓൺ റിയാക്ഷൻ വിത്ത് അയഡിൻ ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ആൻഡ് അസറ്റോൺ ടു ഗീവ് മീഥൈൽ അയോഡൈഡ് ആൻഡ് സോഡിയം ബ്രോമൈഡ്. തന്നിരിക്കുന്ന റിയാക്ഷൻ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൽക്കൈൽ ഹാലൈഡിന്റെ പ്രിപ്പറേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ ആ പോർഷൻസ് നമ്മളൊന്ന് ഓർത്ത് നോക്കുന്നു. ആൽക്കൈൽ ഹാലൈഡ്സിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് 2 മെത്തേഡുകളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഫ്രം ആൽക്കഹോൾസ് ആൻഡ് ഹാലോജൻ എക്സ്ചേഞ്ച് മെത്തേഡ്. ആൽക്കഹോൾസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ആൽക്കഹോൾസ് ഓൺ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഹാലൈഡ് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് കൺവേർട്ടഡ് ടു ആൽക്കൈൽ ഹാലൈഡ്സ്. അപ്പോൾ അവിടെ ഹൈഡ്രജൻ ഹാലൈഡ് ആയിട്ട് നമുക്ക് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉപയോഗിക്കാം, ഹൈഡ്രജൻ ബ്രോമൈഡ് ഉപയോഗിക്കാം. ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് ആകണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈഡ്രജൻ അയോഡൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ പ്രൈമറി ആൽക്കഹോളും സെക്കൻഡറി ആൽക്കഹോളും ഉപയോഗിക്കുകയാണെങ്കിൽ അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ് നമുക്ക് വേണം. പക്ഷെ ടെറിഷറി ആൽക്കഹോൾ ആണെങ്കിൽ ദർ ഇസ് നോ യൂസ് ഫോർ ദിസ് അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡ്. അപ്പോൾ ആ ഒരു പ്രത്യേകത ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത്തെ മെത്തേഡാണ് നമ്മുടെ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. ഇൻ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ alkyl chlorides or alkyl bromides are converted to alkyl halides. അതായത് ആൽക്കൈൽ ക്ലോറൈഡ്സിനെയും ആൽക്കൈൽ ബ്രോമൈഡ്സിനെയും നമ്മൾ ഹാലോജൻ എക്സ്ചേഞ്ച് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതിനുവേണ്ടി ഇത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. ആൽക്കൈൽ ക്ലോറൈഡ്സ് ഓൺ റിയാക്ഷൻ വിത്ത് മെറ്റാലിക് സോഡിയം, അല്ലെങ്കിൽ ആൽക്കൈൽ ക്ലോറൈഡ്സ് ഓൺ റിയാക്ഷൻ വിത്ത് ഡയറക്ട്ലി സോഡിയം അയോഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് എ ഡ്രൈ അസറ്റോൺ ടു ഗീവ് കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡ് ഓർ ആൽക്കൈൽ അയോഡൈഡ്. നമ്മളിവിടെ ആൽക്കൈൽ അയോഡൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ദിസ് റിയാക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. അപ്പോൾ ഫിംഗൽസ്റ്റീൻ റിയാക്ഷനിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട റിയേജന്റ് ആണ് സോഡിയം ആൻഡ് അയഡിൻ ഇൻ ഡ്രൈ അസറ്റോൺ, അല്ലെങ്കിൽ സോഡിയം അയോഡൈഡ് ഇൻ ഡ്രൈ അസറ്റോൺ. അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഫിംഗൽസ്റ്റീൻ റിയാക്ഷനാണ്. സ്വാർട്സ് റിയാക്ഷൻ മറ്റൊരു ഹാലോജൻ എക്സ്ചേഞ്ച് മെത്തേഡാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ആൽക്കൈൽ ക്ലോറൈഡും ആൽക്കൈൽ ബ്രോമൈഡും കറസ്പോണ്ടിങ് ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ മറ്റൊരു ആൽക്കൈൽ ഹാലൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഇൻ ദിസ് കേസ് വി ആർ യൂസിങ് ആൽക്കൈൽ ക്ലോറൈഡ് ഓർ ആൽക്കൈൽ ബ്രോമൈഡ് വിത്ത് മെറ്റാലിക് ഫ്ലൂറൈഡ്. അത് സിൽവർ ഫ്ലൂറൈഡ് ആകാം, മെർക്കുറസ് ഫ്ലൂറൈഡ് ആകാം, കൊബാൾട്ട് ഫ്ലൂറൈഡ് ആകാം, ആന്റിമണി ഫ്ലൂറൈഡ് ആകാം, കൺവേർട്ടഡ് ടു കറസ്പോണ്ടിങ് ആൽക്കൈൽ ഫ്ലൂറൈഡ്സ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ട മെത്തേഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുൻപിലേക്ക് ഈ വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാമല്ലോ. ഏതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്? ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ ആണല്ലോ, കാരണം സോഡിയം അസറ്റോൺ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇനി വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ ഹാലോ ആൽക്കെയിൻസിലുള്ളത്: ഡിഫറൻസ് ബിറ്റ്വീൻ SN1 റിയാക്ഷൻ ആൻഡ് SN2 റിയാക്ഷൻ.
SN1 ഉം SN2 റിയാക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് പറയേണ്ടത്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? അറേഞ്ച് 1 chloroproppane, 2 chloroproppane, 1 chlorobutane in the increasing order of boiling point. അപ്പോൾ ഈ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഇത് കാർബൺ ആറ്റത്തിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടും എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അപ്പം കാർബണിന്റെ എണ്ണം എവിടെയാണോ കൂടുതൽ ആൾക്കായിരിക്കും ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ. രണ്ടാമത് ബോയിലിംഗ് പോയിന്റ് തീരുമാനിക്കുന്നത് നമ്മുടെ ബ്രാഞ്ചിങ് കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. ബ്രാഞ്ചിങ് ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് മൂന്ന് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കിക്കേ. ഏതൊക്കെ നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ? 1 chlorobutane ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 1 chloroproppane, 2 chloroproppane. ഇത് മൂന്നും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, കാർബൺ ആറ്റത്തിന്റെ എണ്ണം ഏറ്റവും കൂടുതൽ എവിടെയാ? ബ്യൂട്ടൈനിലാണല്ലോ, 2 chlorobutane. പ്രൊപ്പൈൻ്റെ കേസിൽ കാർബൺ ആറ്റത്തിന്റെ എണ്ണം സെയിമാ, 3 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഈ 2 chloroproppane എടുക്കുവാണെങ്കിൽ 1 chloroproppane 2 chloroproppane എടുക്കുവാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവ് ആർക്കായിരിക്കും? 2 chloroproppane ആയിരിക്കും വരുന്നത്. കാരണം 1 chloroproppane എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ചെയിൻ അല്ല വരുന്നത്, ബ്രാഞ്ചിങ് ഇല്ല. 2 chloroproppane എന്ന് പറയുമ്പോൾ ബ്രാഞ്ചിങ് വന്നു. അതുകൊണ്ട് തന്നെ ഈ മൂന്നും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കാർബൺ ആറ്റത്തിന്റെ എണ്ണം ഏറ്റവും കൂടുതലുള്ള ആൾക്ക് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ 1 chlorobutane. കാർബൺ ആറ്റത്തിന്റെ എണ്ണം കുറവ്, ബ്രാഞ്ചിങ് വരുന്നിടത്ത് ബോയിലിംഗ് പോയിന്റ് കുറവ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ SN1 റിയാക്ഷനും SN2 റിയാക്ഷനും കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. നിങ്ങൾ സ്ക്രീൻ നോക്കിക്കാൻ നിങ്ങൾ കൃത്യമായിട്ട് ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. 4 പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ 5 പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ് നമ്മൾ ഓർക്കേണ്ടത്. ഒന്ന്, SN1 റിയാക്ഷൻ പ്രൊസീഡ് ഇൻ 2 സ്റ്റെപ്പ് പ്രോസസ് ആണ്. കാർബോകാറ്റോൺ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് SN1 റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സിംഗിൾ സ്റ്റെപ്പ് പ്രോസസ് ആണ്. രണ്ടാമത്തെ പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാർബോകാറ്റോൺ ഇന്റർമീഡിയറ്റ് ആണ്. രണ്ടാമത് SN2 റിയാക്ഷനിൽ ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ വരുന്നില്ല. മൂന്നാമത് ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഓഫ് SN1 റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഓഫ് SN1 റിയാക്ഷൻ. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. നേരെ മറിച്ച് SN2 റിയാക്ഷൻ ഈസ് സെക്കൻഡ് ഓർഡർ. SN1 റിയാക്ഷൻ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് ആണ്. ദ റിയാക്ഷൻ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് റസമിക് മിക്സർ. നേരെ മറിച്ച് SN2 റിയാക്ഷൻ ആണെങ്കിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് കോമ്പൗണ്ട്സ് ആണ്, പക്ഷേ റിയാക്ഷൻ റിസൾട്ട് ആൻഡ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. വാൾഡൺ ഇൻവേർഷന്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. പിന്നെ ഉള്ളത് നമ്മുടെ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡും സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡും ടെറിഷറി ആൽക്കൈൽ ഹാലൈഡും നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഓർഡർ എങ്ങനെയാണ് വരുന്നത്? SN1 റിയാക്ഷനിൽ ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് മോർ റിയാക്റ്റീവ് ദാൻ പ്രൈമറി. അതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം അവിടെ ഈ കാർബോകാറ്റോൺ ഇന്റർമീഡിയറ്റ് വരുന്നത് കൊണ്ട് എപ്പോഴും ടെറിഷറി കാർബോകാറ്റോൺ ആണ് മോർ സ്റ്റേബിൾ എന്നറിയാം. നേരെ മറിച്ച് സെക്കൻഡറിയിലേക്ക് പോകുമ്പോഴത്തേക്കും SN2യിലേക്ക് പോകുമ്പോഴത്തേക്കും ഈ ഓർഡർ നേരെ റിവേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെച്ചോണം. ഇനി നമുക്ക് പറയാമല്ലോ, ക്വസ്റ്റ്യൻ നല്ല ആൻസർ കൊടുക്കാമല്ലോ. നമുക്ക് SN1 റിയാക്ഷനും SN2 റിയാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആ ഒരു ടേബിളിന്റെ കാര്യം മാത്രമേ നമുക്ക് വേണ്ട ആവശ്യമുള്ളൂ. ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോയിക്ക്. ഒരു ഇക്വേഷൻ നമുക്ക് തരുവാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു നെയിംഡ് റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. വൂഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ ഇത് രണ്ടും നമ്മളോട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. റൈറ്റ് ഇക്വേഷൻ ഫോർ വൂഡ്സ് ഫിറ്റിക് റിയാക്ഷൻ ആൻഡ് ഫിറ്റിക് റിയാക്ഷൻ. മറ്റൊന്നുമില്ല, നമ്മൾ NCERT ഓപ്പൺ ചെയ്യുന്നു. എന്താണ് വൂഡ്സ് ഫിറ്റിക് റിയാക്ഷനും വൂഡ്സ് റിയാക്ഷനും ഫിറ്റിക് റിയാക്ഷനും? ഇത് മൂന്നും എന്താണ് നമ്മൾ നോക്കുന്നു. വൂഡ്സ് റിയാക്ഷൻ ഓൾറെഡി നമ്മൾ ഹൈഡ്രോ കാർബൺസിലെല്ലാം നമ്മൾ കേട്ട് കഴിഞ്ഞ കാര്യമാണ്. Alkyl halides on reaction with metallic sodium in presence of a dry ether to give a corresponding alkane with even number of carbon atom. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം വൂഡ്സ് ഫിറ്റിക് റിയാക്ഷനിലേക്കും ഫിറ്റിക് റിയാക്ഷനിലേക്കും പോകേണ്ടത്. നിങ്ങൾ വൂഡ്സ് ഫിറ്റിക് റിയാക്ഷനിലേക്ക് വരുവാണെങ്കിൽ പ്രത്യേകത എന്താണ് നമ്മൾ ഓർത്തത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത്? 2 ആൽക്കൈൽ ഹാലൈഡുകൾക്ക് പകരം ഒരു ആൽക്കൈൽ ഹാലൈഡും ഒരു അരൈൽ ഹാലൈഡും in presence of a sodium metal dry ether to give a corresponding കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അരൈൽ ഗ്രൂപ്പും അതുപോലെ തന്നെ ആൽക്കൈൽ ഹാലൈഡും, അരൈൽ ഹാലൈഡും ആൽക്കൈൽ ഹാലൈഡും, സോഡിയം മെറ്റൽ ഡ്രൈ ഈതർ ടു ഗീവ് കറസ്പോണ്ടിങ് അരൈൻസ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് അരൈൻസ് ആയിട്ടാണ് അല്ലെങ്കിൽ ആരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നേരെ മറിച്ച് ഫിറ്റിക് റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ അരൈൽ ഹാലൈഡ്സ് മാത്രമേ ഉള്ളൂ. 2 ആൽക്കൈൽ ഹാലൈഡിന് പകരം അരൈൽ ഹാലൈഡ് മാത്രം. അരൈൽ ഹാലൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് മെറ്റാലിക് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ടു ഗീവ് ഡൈ അരൈൽസ്. ഓക്കെ, അവിടെ നമ്മൾ റിയാക്ഷൻ ഓർത്ത് വെച്ചു. ഇനി നമുക്ക് ആൻസർ ചെയ്യാമല്ലോ ആ ഒരു ക്വസ്റ്റ്യനിൽ.
ഓക്കെ, അപ്പൊ ഈ രീതിയിൽ വേണം നമുക്ക് പോർഷൻസ് നമുക്ക് മറ്റ് കോൺസെപ്റ്റുകളും കൂടി നമ്മൾ ഓർത്തു പോകാൻ വേണ്ടി. എല്ലാ കോൺസെപ്റ്റുകളെയും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ റിവൈസ് ചെയ്ത് പോകുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ആൽക്കഹോൾ, ഫീനോൾസ്, ഈതേഴ്സ്. ആൽക്കഹോൾ, ഫീനോൾസ്, ഈതേഴ്സിൽ ഞാൻ ആദ്യം കൺസിഡർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ പ്രോസസ് എന്താണ്? ഇല്ലുസ്ട്രേറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ. അപ്പൊ ഈ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ പ്രോസസ്സ് എവിടെ നിന്നാണ് വരുന്നതെന്ന് അല്ലെങ്കിൽ ഏത് പോർഷൻ ആണെന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം നമ്മൾ കൊണ്ടുവരിക. അതായത് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസ്. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസിന്റെ കേസിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്: പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസ് ഫ്രം ആൽക്കീൻസ്, ഫ്രം കാർബോക്സിലിക് ആസിഡ് അല്ലെങ്കിൽ ഫ്രം കാർബണിൽ കോമ്പൗണ്ട്സ്, ഫ്രം ഗ്രിഗനാർഡ് റിയേജന്റ്. പ്രധാനമായിട്ടും ഈ 3 മെത്തേഡാണ് ഓർത്തിരിക്കേണ്ടത്. ഇതിൽ ആൽക്കീൻസിലുള്ള പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ പ്രോസസ്സ്. എന്താ ഈ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ പ്രോസസ്സ്? എങ്ങനെ ഇതിൽ നിന്ന് നമ്മൾ ആൽക്കഹോൾസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമ്മൾ സാവധാനം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മൾ റിയാക്ഷൻ ഒരു പേപ്പറിലേക്ക് നമ്മൾ എഴുതി നോക്കുന്നു. അപ്പോൾ ആൽക്കീൻസ് ഓൺ റിയാക്ഷൻ വിത്ത് ഡൈബൊറൈൻ അല്ലെങ്കിൽ ബോറോൺ ഹൈഡ്രൈഡ് followed by oxidation in with hydrogen peroxide in alkaline medium result in the formation of alcohols by the addition of water molecule according to anti-Markovnikov rule. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ H plus is added to carbon atom having more number of hydrogen atom and OH minus is added to carbon atom having less number of carbon atom. നിങ്ങൾ നോക്കിക്കേ, ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കൺസിഡർ ചെയ്യുക. പ്രൊപ്പീൻ ആണ് ഞാനിവിടെ എടുക്കുന്ന എക്സാമ്പിൾ. അപ്പോൾ ഈ പ്രൊപ്പീന് ഞാനിവിടെ കൺസിഡർ ചെയ്തു. ഈ പ്രൊപ്പീനിലേക്ക് ഞാൻ എന്ത് ചെയ്യുക? ഈ പ്രൊപ്പീനിലേക്ക് ഞാൻ നമ്മുടെ വാട്ടർ ആഡ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് ഡൈബൊറൈൻ. അൺസിമെട്രിക്കൽ ആൽക്കീനാണ്, വാട്ടർ ആഡ് ചെയ്യുന്നു. B2H6. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് നടത്തണം. ആൽക്കലൈൻ മീഡിയത്തിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് ഹൈഡ്രോളിസിസ് ഞാൻ നടത്തി. ഓക്കെ ആണല്ലോ. അപ്പൊ എനിക്കിവിടെ ആന്റി മാർക്കോണിക്കോഫ് അഡീഷൻ ആയതുകൊണ്ട് നിർബന്ധമായിട്ടും എങ്ങനെ വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ? നെഗറ്റീവ് പാർട്ട് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? കാർബൺ ആറ്റം ഹാവിംഗ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് പോസിറ്റീവ് പാർട്ട് ഈസ് ആഡഡ് ടു കാർബൺ ആറ്റം ഹാവിംഗ് ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. നോക്കിക്കേ, കറക്റ്റ് ആണല്ലേ പ്രൊഡക്റ്റ് കിട്ടുന്നത്? ആൽക്കഹോൾ. ഓക്കെ, ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ നിങ്ങൾ. ആൽക്കഹോൾസും ഫീനോൾസും രണ്ടുപേരും നമ്മൾ എടുത്തു. ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് ആവ് ഹയർ ബോയിലിംഗ് പോയിന്റ്. രണ്ടുപേർക്കും ബോയിലിംഗ് പോയിന്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ കൂടുതലാണ്. എന്തുകൊണ്ടാണ്? അതായത് മറ്റ് കോമ്പൗണ്ടുകളായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, കമ്പയറബിൾ മോളിക്കുലാർ മാസ് ഉള്ള മറ്റ് കോമ്പൗണ്ടുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് ആവ് ഹയർ ബോയിലിംഗ് പോയിന്റ്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ആസ്പിരിൻ? ഹൗ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം സാലിസിലിക് ആസിഡ്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കേ. ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് ആവ് ഹയർ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിനെ ബേസ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ വരേണ്ടത് ആദ്യം ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ്. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടാനുള്ള റീസൺ എന്താ? ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടിക്കൊണ്ടിരിക്കുക. കാരണം സർഫസ് ഏരിയ കൂടുന്നത് കൊണ്ട് ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. അപ്പം ആൽക്കഹോളിന്റെയും ഫിനോളിന്റെയും കേസിൽ ഈ ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പൊതുവെ കൂടുതലാണ്. അതായിട്ട് കമ്പയറബിൾ മാസ് ഉള്ള മറ്റ് കോമ്പൗണ്ടുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള ഒരു കാര്യമാണ്. കാരണം ആൽക്കഹോൾസിന്റെയും ഫിനോൾസിന്റെയും കേസിൽ OH ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്നുണ്ട്. ഇന്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനുകളിൽ ഏറ്റവും ശക്തമായിട്ടുള്ളതാണ് ഈ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ ആ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ടാണ് ആൽക്കഹോൾസിന്റെയും ഫിനോൾസിന്റെയും കേസിൽ ബോയിലിംഗ് പോയിന്റ് കമ്പയറബിൾ മാസ് ഉള്ള മറ്റ് കോമ്പൗണ്ടുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുന്നത്. അപ്പോൾ അവിടെ ആ റീസൺ വന്നല്ലോ നമ്മുടെ മനസ്സിൽ. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആസ്പിരിൻ എന്താണ്? ഹൗ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം സാലിസിലിക് ആസിഡ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആൽക്കഹോൾ ഫിനോൾസിലുള്ള രണ്ട് പ്രധാനപ്പെട്ട നെയിംഡ് റിയാക്ഷനും കൂടെ പഠിച്ചോണം. കോൾപ്സ് റിയാക്ഷൻ ആൻഡ് റീമർ ടീമൻ റിയാക്ഷൻ. ഇത് രണ്ടും കമ്പയർ ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടി. കാരണം ആ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സാലിസിലിക് ആസിഡ് ആണ്. സാലിസിലിക് ആസിഡ് വന്നിരിക്കുന്നത് കോൾപ്സ് റിയാക്ഷനിൽ നിന്നാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ അതൊന്നും കൂടെ റിവൈസ് ചെയ്തു നമ്മുടെ മെമ്മറിയിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. കോൾപ്സ് റിയാക്ഷൻ: sodium phenoxide on reaction with the carbon dioxide at a temperature of 400 Kelvin and 4 to 7 atmospheric pressure result in the formation of salicylic acid അഥവാ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്. നമുക്ക് റിയാക്ഷൻ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ.
അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്തു, സോഡിയം ഫീനോക്സൈഡ് ഞാൻ കൺസിഡർ ചെയ്തു. ഇനി സോഡിയം ഫീനോക്സൈഡ് തന്നെ എടുക്കണമെന്നില്ല, ഫീനോള് പ്ലസ് NaOH എടുത്താലും സോഡിയം ഫീനോക്സൈഡ് തന്നെയാണ്. സോഡിയം ഫീനോക്സൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് കാർബൺ ഡയോക്സൈഡ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 400 Kelvin 4 to 7 atmospheric pressure റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് സാലിസിലിക് ആസിഡ്. ആദ്യം സോഡിയം ഫീനോക്സൈഡ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതിനെ ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തുമ്പോഴാണ് സാലിസിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഈ സാലിസിലിക് ആസിഡിനെ തന്നെയാണ് നമ്മൾ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്നത്. സാലിസിലിക് ആസിഡ്. അടുത്തത്, ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ടു കൺവേർട്ട് ദി സാലിസിലിക് ആസിഡ് ടു ആസ്പിരിൻ. സാലിസിലിക് ആസിഡ് ഓൺ റിയാക്ഷൻ വിത്ത് അസറ്റിക് അൺഹൈഡ്രൈഡ്. ഓൺ റിയാക്ഷൻ വിത്ത് അസറ്റിക് അൺഹൈഡ്രൈഡ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം. അസറ്റിക് അൺഹൈഡ്രൈഡ് ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ടു ഗീവ് 2-acetoxy benzoic acid. This 2-acetoxy benzoic acid is called as aspirin. Acetoxy benzoic acid. ഓക്കെ, ഇതാണ് നമ്മുടെ ആസ്പിരിന്. അപ്പോൾ ഒന്നാമത്തെ നെയിംഡ് റിയാക്ഷൻ ഓർത്തല്ലോ, കോൾബ്സ് റിയാക്ഷൻ. സോഡിയം ഫീനോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, 400 Kelvin 4 to 7 atm പ്രഷർ. ഓക്കെ, അതിൽ നിന്ന് ആസ്പിരിൻ നമുക്ക് കിട്ടി. ഇനി അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നെയിംഡ് റിയാക്ഷൻ ആണ് റീമർ ടീമൻ റിയാക്ഷൻ. In Riemann-Tiemann reaction, phenol is treated with chloroform and sodium hydroxide at a temperature of 340 Kelvin, first to give an intermediate substituted benzyl chloride, which on reaction with sodium hydroxide followed by acid hydrolysis result in the formation of സാലിസിൽ ആൽഡിഹൈഡ് അഥവാ ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ്. നമുക്ക് ആ റിയാക്ഷൻ നമുക്ക് ഒന്ന് ഓർത്ത് നോക്കാം. ഫീനോൾ എടുത്ത് നമ്മൾ ഫീനോള് ഓൺ റിയാക്ഷൻ വിത്ത് ക്ലോറോഫോം ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 340 Kelvin. ആദ്യം നമുക്ക് കിട്ടുന്നത് ഇന്റർമീഡിയറ്റ് ആണ്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസാൽ ക്ലോറൈഡ് CHCl2, which on reaction with sodium hydroxide then followed by acid hydrolysis to give salicyl aldehyde. Okay, salicyl aldehyde. അപ്പോൾ ഇത് നമ്മുടെ റീമർ ടീമൻ റിയാക്ഷൻ. അപ്പോൾ ഞാൻ ഈ കോൾബ്സ് റിയാക്ഷനും റീമർ ടീമൻ റിയാക്ഷനും ഒരുമിച്ച് പറയാനുള്ള റീസൺ മനസ്സിലായല്ലോ. കോൾബ്സ് റിയാക്ഷൻ ആണെങ്കിൽ സാലിസിലിക് ആസിഡ് ആണ്, റീമർ ടീമൻ റിയാക്ഷനിലേക്ക് വരുമ്പോൾ അതെന്തായിരിക്കും, സാലിസിൽ ആൽഡിഹൈഡ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ആൻസർ കൊടുക്കാമല്ലോ. എക്സ്പ്ലെയിൻ ദ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാമല്ലോ. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രിപ്പയർ ആസ്പിരിൻ ഫ്രം സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്പിരിനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഏത് ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഏത് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുക, അസറ്റിക് അൺഹൈഡ്രൈഡ് ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, അപ്പം ഈ രണ്ട് പോർഷൻ ഓർത്തിരിക്കാമല്ലോ, കോൾബ്സ് റിയാക്ഷനും റീമർ ടീമൻ റിയാക്ഷനും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത്. ഇതേപോലുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് ടോപ്പിക്കിലുള്ള നമ്മുടെ ക്ലാരിറ്റി കൂടുകയുള്ളൂ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആൽക്കഹോൾ ഫിനോൾസിൽ തന്നെ ഉള്ളത്. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് റിയാക്ഷൻ, റീമർ ടീമൻ റിയാക്ഷൻ ആൻഡ് വില്യംസൺ സിന്തസിസ്. ഞാൻ ആ റീമർ ടീമൻ റിയാക്ഷൻ ഒന്നും കൂടെ കൺസിഡർ ചെയ്തേ ഉള്ളൂ, ആ റിയാക്ഷൻ ഒന്നും കൂടെ ഒന്ന് എഴുതാൻ വേണ്ടി. ഓക്കെ, സെറ്റ് ആണല്ലോ റീമർ ടീമൻ റിയാക്ഷൻ. അടുത്ത നമ്മുടെ വില്യംസൺ സിന്തസിസ് അല്ലേ. വില്യംസൺ സിന്തസിസ് നമുക്ക് മനസ്സിലേക്ക് വരണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഈതറിന്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഈതറിന്റെ പ്രിപ്പറേഷൻ ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ ഇത്. അപ്പോൾ ഈതറിന്റെ പ്രിപ്പറേഷൻ നമ്മൾ പഠിക്കുന്നു. വില്യംസൺ സിന്തസിസ്, വില്യംസൺ സിന്തസിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ബെസ്റ്റ് ലാബോറട്ടറിക്കൽ മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ബോത്ത് സിമെട്രിക്കൽ ആൻഡ് അൺസിമെട്രിക്കൽ ഈതേഴ്സ്.
അപ്പോൾ സിമെട്രിക്കലും അൺസിമെട്രിക്കലും ഈതറും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ വില്യംസൺ സിന്തസിസ് ഉപയോഗിക്കാം. ഈ വില്യംസൺ സിന്തസിസിൽ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. സോഡിയം ആൽക്കോക്സൈഡ് ഓർ പൊട്ടാസ്യം ആൽക്കോക്സൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് ആൽക്കൈൽ ഹാലൈഡ്. ജനറൽ ഫോർമുല മാത്രം മനസ്സിലൊന്ന് ഓർത്താൽ മതി. ആൽക്കഹോള് ഓൺ റിയാക്ഷൻ സോഡിയം ആൽക്കോക്സൈഡ് ഓർ പൊട്ടാസ്യം ആൽക്കോക്സൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് ആൽക്കൈൽ ഹാലൈഡ്. ജസ്റ്റ് സോഡിയം ഹാലൈഡ് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്തു, നമുക്ക് എന്ത് കിട്ടി? സിമെട്രിക്കൽ ഈതർ ആകാം, അൺസിമെട്രിക്കൽ ഈതർ ആകാം. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടി പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് ആയിരിക്കണം. സെക്കൻഡറിയോ ടെറിഷറിയോ ആൽക്കൈൽ ഹാലൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ഫോർമേഷൻ ഓഫ് അൺസിമെട്രിക്കൽ ഈതർ ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ഈസ് ആൽക്കീൻ. അവിടെ എലിമിനേഷൻ ആയിരിക്കും, സബ്സ്റ്റിറ്റ്യൂഷനേക്കാളും പ്രധാനമായിട്ടും അവിടെ എലിമിനേഷൻ ആയിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വില്യംസൺ സിന്തസിസിൽ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് തന്നെ ആകാൻ വേണ്ടി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. കാരണം ആൽക്കഹോൾ ഫിനോൾസിൽ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട 3 കാര്യങ്ങൾ നമ്മുടെ ആൽക്കഹോളിന്റെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ്, ഫിനോളിന്റെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസ്, നമ്മുടെ ഈതറിന്റെ പ്രിപ്പറേഷൻ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ആൽഡിഹൈഡ്സ് കീറ്റോൺസ് കാർബോക്സിലിക് ആസിഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കറിയാം കുറച്ചും കൂടെ കണ്ടന്റ് കൂടിയ ചാപ്റ്റർ ആണ്. നമ്മൾ അവിടെ പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഉണ്ട്, പിന്നെ നമ്മുടെ കീറ്റോൺസിന്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും വരുന്നുണ്ട്, അതുപോലെ കാർബോക്സിലിക് ആസിഡിന്റെ കേസും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആദ്യം ഞാനൊരു ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. നമുക്ക് 2 റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത് നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻ ഏതാ? ബെൻസീന് ഓൺ റിയാക്ഷൻ വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് HCl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ടു ഗീവ് എക്സ്. രണ്ടാമത്തെ റിയാക്ഷൻ നമുക്ക് തന്നിരിക്കുന്നത് ബെൻസോയിൽ ക്ലോറൈഡ് ഓൺ റിയാക്ഷൻ വിത്ത്, അല്ലെങ്കിൽ ബെൻസോയിൽ ക്ലോറൈഡ് അണ്ടർഗോ റിഡക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് ബേരിയം പലേഡിയം പലേഡിയം സപ്പോർട്ടഡ് ഓവർ ബേരിയം സൾഫേറ്റ് ടു ഗീവ് വൈ. എക്സും വൈയും ഐഡന്റിഫൈ ചെയ്യുക വേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് രണ്ടും നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തോണം? ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് റിവൈസ് ചെയ്ത് നമ്മൾ നോക്കുന്നു. ആൽഡിഹൈഡ്സ് പ്രധാനമായിട്ടും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രിപ്പറേഷൻസ് ഫ്രം ആസിഡ് ക്ലോറൈഡ്സ് ഓർ അസൈൽ ക്ലോറൈഡ്സ്. റോസൻമണ്ട് റിഡക്ഷൻ. എന്താ റോസൻമണ്ട് റിഡക്ഷൻ? ആസിഡ് ക്ലോറൈഡ് ഓൺ റിഡക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം സപ്പോർട്ടഡ് ഓവർ ബേരിയം സൾഫേറ്റ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ്. നമുക്ക് ആ റിയാക്ഷൻ നമുക്കൊന്ന് എടുത്തു നോക്കാം. നോക്കിക്കേ, ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഏതാ? ബെൻസോയിൽ ക്ലോറൈഡ്. ബെൻസോയിൽ ക്ലോറൈഡ് ഓൺ റിഡക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം സപ്പോർട്ടഡ് ഓവർ ബേരിയം സൾഫേറ്റ്. നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴും നമ്മൾ ഈ ഒരു പോർഷൻ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്ന് പറയുന്നത് നമ്മൾ മറക്കാൻ എടുക്കുന്ന സമയം എപ്പോഴും നമ്മൾ കൂടുതലായിരിക്കും, അതായത് കൂടുതൽ സമയം നമ്മൾ ഓർത്തിരിക്കും. അപ്പോൾ റിയാക്ഷൻ നമുക്ക് ബെൻസാൽഡിഹൈഡ് ആണ് നമുക്ക് കിട്ടി, ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻ. ഇവിടെ ഇപ്പം ബെൻസോയിൽ ക്ലോറൈഡ് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല, മറ്റ് ആസിഡ് ക്ലോറൈഡുകൾ നമുക്ക് എടുക്കാം, അസിറ്റൈൽ ക്ലോറൈഡ് എടുക്കാം നമുക്ക്. ഞാൻ NCERT തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തതേ ഉള്ളൂ. അസിറ്റൈൽ ക്ലോറൈഡ് ഓൺ റിഡക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം സപ്പോർട്ടഡ് ഓവർ ബേരിയം സൾഫേറ്റ്. കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതായിരിക്കും ഇവിടെ? ഇത് എന്തായിട്ട് മാറി? കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് ആയിട്ട് മാറി, അസെറ്റാൽഡിഹൈഡ് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഏത് എക്സാമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൻസറിലേക്ക് പോകാൻ പറ്റുമല്ലോ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇനി രണ്ടാമത്തെ പ്രിപ്പറേഷൻ ഗട്ടർമാൻ-ഗോച്ച് റിയാക്ഷൻ. In Gutterman-Gotch reaction, benzene is treated with carbon monoxide and hydrogen chloride in presence of aluminium chloride or cuprous chloride. The corresponding aldehyde is obtained. അതായത് ബെൻസീൻ നമ്മൾ എടുത്തു, ബെൻസീൻ ഓൺ റിയാക്ഷൻ വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് HCl, ഒന്നെങ്കിൽ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് അല്ലെങ്കിൽ കുപ്രസ് ക്ലോറൈഡ് ടു ഗീവ് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ്. അപ്പോൾ ഇത് രണ്ടും പ്രധാനമായിട്ടും നമ്മൾ പ്രിപ്പറേഷൻസിൽ നമ്മൾ ഓർത്ത് വെച്ചോണം. ഏതൊക്കെയാണ്? റോസൻമണ്ട് റിഡക്ഷൻ, ഗട്ടർമാൻ-ഗോച്ച് റിയാക്ഷൻ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാമല്ലോ. നമുക്ക് ക്വസ്റ്റ്യൻ ഏതാ നമ്മളോട് ചോദിച്ചേക്കുന്നത്? അബൌട്ട് ദി എക്സ് വൈ. ഫസ്റ്റ് കേസിൽ എക്സ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ബെൻസാൽഡിഹൈഡ്. ഓക്കെ, ഗട്ടർമാൻ-ഗോച്ച് റിയാക്ഷൻ. അടുത്തതിന്റെ കേസിൽ വരുന്ന പ്രൊഡക്റ്റ് ഏതാണ്? അതും ആര് തന്നെയാണ്? ബെൻസാൽഡിഹൈഡ്. ഓക്കെ, സെറ്റ് ആണല്ലോ. നെക്സ്റ്റ് കോൺസെപ്റ്റ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആൾഡോൾ കണ്ടൻസേഷൻ ആൻഡ് കാനിസാരോ റിയാക്ഷൻ.
ആൾഡോൾ കണ്ടൻസേഷൻ. ആൾഡോൾ കണ്ടൻസേഷൻ, ക്യാനിസാരോ റിയാക്ഷൻ, പ്രധാനപ്പെട്ട രണ്ട് കോൺസെപ്റ്റ് ആണ്. ആൾഡോൾ കണ്ടൻസേഷൻ, ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് ഹാവിംഗ് ആൽഫ ഹൈഡ്രജൻ ആറ്റം വെൻ ട്രീറ്റഡ് വിത്ത് ഡയലൂട്ട് ആൽക്കലി. ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ഈസ് ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അഥവാ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺസ്. This beta hydroxy aldehyde or beta hydroxy ketones again on heating undergo dehydration to give corresponding condensation product alpha beta unsaturated compound. അപ്പോൾ ആദ്യം നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്ന പോലെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇത് ശരിക്കും രണ്ട് സ്റ്റെപ്പായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് ഓർത്ത് വെച്ചോണം. ആൽഫ ഹൈഡ്രോക്സി കീറ്റോൺസ്, ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺസ് അല്ലെങ്കിൽ ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ്. അപ്പം ഇതിനാണ് നമ്മൾ ആൾഡോള് അല്ലെങ്കിൽ കീറ്റോള് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആൽഡിഹൈഡ്സിന്റെ കേസിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉള്ള ആൽഡിഹൈഡ്സ് തന്നെ അല്ലെങ്കിൽ കീറ്റോൺസ് തന്നെ ആയിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ഡീഹൈഡ്രേഷൻ നടത്തി ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് അല്ലെങ്കിൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ നിങ്ങൾ, ഞാനിവിടെ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ പ്രൊപ്പനോൺ ഓൺ ഇൻ പ്രസൻസ് ഓഫ് ഡയലൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ബേരിയം ഹൈഡ്രോക്സൈഡ് ആദ്യത്തെ സ്റ്റെപ്പിൽ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ്. നമുക്ക് ആ പ്രൊഡക്റ്റ് നമുക്കറിയാം ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ, കറസ്പോണ്ടിങ് കീറ്റോൺസ് അല്ലെങ്കിൽ ആൽഡിഹൈഡ്സ് ആണ് ഫോം ചെയ്യുന്നതെന്ന് അറിയാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പ്രൊഡക്റ്റ് ഈ പല റിയാക്ടൻ്റ് തരുന്നതിനനുസരിച്ച് ചിലപ്പോൾ അവിടെ നമുക്ക് അസറ്റാൽഡിഹൈഡ് ആയിരിക്കാം തരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അസറ്റോൺ ആയിരിക്കാം നമുക്ക് തരുന്നത്. അപ്പം നമ്മൾ ഏത് റിയാക്ടൻ്റ് ആണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി ഒരു ട്രിക്ക് ഉണ്ട്. നിങ്ങളിവിടെ നോക്കി വെച്ചാൽ മതി അതിൻ്റെ ആ ഒരു സിമ്പിൾ മെക്കാനിസം. ഇപ്പോൾ ഇവിടെ ഞാൻ അസറ്റോൺ ആണ് തന്നിരിക്കുന്നത്. ഈ അസറ്റോണിന് അനുസരിച്ചുള്ള പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി ഞാനിത് ഇത്രയും ചെയ്തേച്ചാൽ മതി. അസറ്റോൺ ഞാൻ കൺസിഡർ ചെയ്തു. അതിനുശേഷം ഞാൻ വീണ്ടും രണ്ടാമത്തെ അസറ്റോൺ മോളിക്കൂൾ ആയിരിക്കണം ഞാൻ എടുക്കേണ്ടത്. ഈ രണ്ടാമത്തെ അസറ്റോൺ മോളിക്കൂൾ എടുക്കുമ്പോൾ ഞാൻ അതിലുള്ള ഹൈഡ്രജൻ ആറ്റം ഞാൻ അവിടെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തു, COCH3. നിങ്ങൾ ഇത്രയും മാത്രം ചെയ്തേച്ചാൽ മതി. ഡയലൂട്ട് ആൽക്കലിയുടെ പ്രസൻസിൽ ഈ ഹൈഡ്രജൻ ഉണ്ടല്ലോ, രണ്ടാമത്തെ അസറ്റോണിലുള്ള ഹൈഡ്രജൻ ഉണ്ടല്ലോ, ആ ഹൈഡ്രജനെ നിങ്ങൾ എന്ത് ചെയ്തോണം, നിങ്ങളിതാ ഒന്നാമത്തെ അസറ്റോൺ കണ്ടല്ലോ, അവൻ്റെ ഓക്സിജൻ ആറ്റത്തിലേക്ക് കൊടുത്തോണം. സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ ഓക്സിജനിലുള്ള കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് കാർബൺ സിംഗിൾ ബോണ്ട് OH ആയിട്ട് കൺവേർട്ട് ചെയ്തല്ലോ. എന്നിട്ട് ഈ കാർബണും തമ്മിൽ നിങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്യിപ്പിച്ചാൽ മതി. ഇവൻ ഇങ്ങോട്ടേക്ക് കൊടുത്തു എന്നുള്ളത് മാത്രം നിങ്ങളേ ഉള്ളൂ, അത് മാത്രം ഓർത്താൽ മതി. ഇനി റിസൾട്ടിങ് പ്രൊഡക്റ്റ് നിങ്ങളൊന്ന് എഴുതി നോക്കിക്കേ. CH3 COH, CH2. ഇവൻ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തു കേട്ടോ, ഇവൻ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തു. നോക്കിയ പ്രൊഡക്റ്റ് ഏതാ കിട്ടുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പിന് തൊട്ടടുത്തുള്ള ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൽഫ കാർബൺ എന്ന് വിളിക്കുന്നത്. ഇവൻ ആരാ? ബീറ്റ കാർബൺ. അപ്പൊ ബീറ്റ പൊസിഷനിൽ OH ഗ്രൂപ്പ് വന്നല്ലോ. ബീറ്റ പൊസിഷനിൽ OH ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയുന്നത്? ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് അല്ലെങ്കിൽ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ. ഇവിടെ വരുമ്പോൾ ഏതാണ്? ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ. ഓക്കെ, ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ കിട്ടി, അഥവാ 4 ഹൈഡ്രോക്സി 4 മീഥൈൽ പെന്റൈൻ 2 ആണ്. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഡീഹൈഡ്രേഷൻ നമ്മൾ നടക്കുന്നു, വാട്ടർ മോളിക്കൂൾ എലിമിനേറ്റ് ചെയ്യുന്നു. വാട്ടർ മോളിക്കൂൾ എലിമിനേറ്റ് ചെയ്യുന്നത് ആൽഫ ബീറ്റ പൊസിഷനുകളിൽ നിന്നായിരിക്കണം. ഇതാ ആൽഫ ബീറ്റ പൊസിഷനിൽ നിന്ന് വാട്ടർ മോളിക്കൂൾ എലിമിനേറ്റ് ചെയ്തു. ഇനി പ്രൊഡക്റ്റിൽ നമുക്കറിയാം ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് അല്ലേ വരത്തുള്ളൂ. ആൽഡിഹൈഡ് ആണെങ്കിൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ്, കീറ്റോൺ ആണെങ്കിൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ മെക്കാനിസം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടാതെ തന്നെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് പകരം ഞാനിപ്പോൾ ഇവിടെ അസറ്റോണാണ് കൺസിഡർ ചെയ്തത്. ഇതിന് പകരം നമുക്ക് ഏതാണെങ്കിലും എടുക്കാം, അസറ്റാൽഡിഹൈഡ് ആണെങ്കിലും എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷേ അവിടെ നിർബന്ധമായിട്ടും ആൽഫ ഹൈഡ്രജൻ ആറ്റം ഉണ്ടാകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട റിയാക്ഷൻ ആണ് ക്യാനിസാരോ റിയാക്ഷൻ.
കാനിസാരോ റിയാക്ഷനിൽ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് കീറ്റോൺസ് ഇല്ല, ആൽഡിഹൈഡ്സ് ഹാവിംഗ് നോ ആൽഫ ഹൈഡ്രജൻ ആറ്റംസ് വെൻ ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് ആൽക്കലി സോഡിയം ഹൈഡ്രോക്സൈഡ് ഓർ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അണ്ടർഗോ സെൽഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ദാറ്റ് ഈസ് വൺ മോളിക്യൂൾ ഈസ് ഓക്സിഡൈസ്ഡ് ടു കാർബോക്സിലിക് ആസിഡ്, അനദർ മോളിക്യൂൾ ഈസ് ഓക്സിഡൈസ്ഡ് ടു ആൽക്കഹോൾ. അതായത് ഒരേ സമയത്ത് തന്നെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. സെയിം മോളിക്യൂൾസ് സൈമിൾട്ടേനിയസ്ലി അണ്ടർഗോ ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബെൻസാൽഡിഹൈഡ് എടുക്കുക. ബെൻസാൽഡിഹൈഡ് ആൽഫ ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്ത ആൽഡിഹൈഡ് ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഒരു ബെൻസാൽഡിഹൈഡ് എന്തായിട്ട് മാറി? ബെൻസൈൽ ആൽക്കഹോൾ ആയിട്ട് കൺവേർട്ട് ചെയ്തു. രണ്ടാമത്തെ ആൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? സോഡിയം ബെൻസോയേറ്റ്, അതായത് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ, സെൽഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് പോകാമല്ലോ. ആൾഡോൾ കണ്ടൻസേഷനും കാനിസാരോ റിയാക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ ഒന്നും കൂടെ കളക്ട് ചെയ്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആൾഡോൾ കണ്ടൻസേഷൻ ഗീവൺ ബൈ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഹാവിംഗ് ആൽഫ ഹൈഡ്രജൻ ആറ്റം. നേരെ മറിച്ച് കാനിസാരോ റിയാക്ഷൻ ആണെങ്കിൽ ആൽഡിഹൈഡ്സ്, ഓൺലി ആൽഡിഹൈഡ്സ് വിത്തൗട്ട് ആൽഫ ഹൈഡ്രജൻ ആറ്റം. റിയേജന്റ് യൂസ്ഡ് ഇൻ ആൾഡോൾ കണ്ടൻസേഷൻ ഈസ് ഡൈലൂട്ട് ആൽക്കലി. നേരെ മറിച്ച് കാനിസാരോ റിയാക്ഷനിലാണെങ്കിൽ കോൺസെൻട്രേറ്റഡ് ആൽക്കലിയാണ് ഉപയോഗിക്കുന്നത്. ദെൻ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ആൾഡോൾ കണ്ടൻസേഷൻ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. കാനിസാരോ റിയാക്ഷൻ ആണെങ്കിൽ പ്രൊഡക്റ്റ് ഫോംഡ് ഈസ് ആൽക്കഹോൾ ആൻഡ് സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. അതിനെ വീണ്ടും ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കിയാലോ. എക്സ്പ്ലെയിൻ ദ ടെസ്റ്റ് ടു ഡിസ്റ്റിങ്വിഷ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, കാർബണിൽ ഗ്രൂപ്പ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു CH2 ഗ്രൂപ്പ് ഇൻ ക്ലെമൻസൺ റിഡക്ഷൻ. ദ റിയേജന്റ് യൂസ്ഡ്, അതായത് ക്ലെമൻസൺ റിഡക്ഷനിൽ കാർബണിൽ ഗ്രൂപ്പ് ഈസ് കൺവേർട്ടഡ് ടു CH2 ഗ്രൂപ്പ്. അവിടെ ഉപയോഗിക്കുന്ന റിയേജന്റ് ഏതാണ്? എന്താണെങ്കിലും ആദ്യത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ആൽഡിഹൈഡും കീറ്റോണും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഒരേ ഒരു കാര്യമേ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ആവശ്യമുള്ളൂ, ഓക്സിഡേഷൻ. ബോത്ത് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ക്യാൻ ബി ഓക്സിഡൈസ്ഡ് ടു കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് അല്ലെങ്കിൽ സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ബട്ട് ആൽഡിഹൈഡ്സ് ക്യാൻ ഈസിലി ഓക്സിഡൈസ്ഡ് ഈവൻ വിത്ത് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ്. അങ്ങനെ നമുക്ക് NCERT പറഞ്ഞിരിക്കുന്ന രണ്ട് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ടോളൻസ് റിയേജന്റ് ആൻഡ് ഫെലിംഗ് സൊല്യൂഷൻ. നമ്മൾ നോക്കിക്കേ, ടോളൻസ് റിയേജന്റ് നോക്കിക്കേ. ടോളൻസ് റിയേജന്റ് ഫ്രഷ്ലി പ്രിപ്പയർഡ് അമോണിയക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. നിർബന്ധമായിട്ടും ഫോർമുല ഒന്ന് ഓർത്തിരുന്നോണം. വെൻ ആൽഡിഹൈഡ്സ് ഈസ് ട്രീറ്റഡ് വിത്ത് അമോണിയക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ അഥവാ ടോളൻസ് റിയേജന്റ്, ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു സിൽവർ മിറർ, അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ടെസ്റ്റ് ട്യൂബിന്റെ സൈഡ്സിൽ സിൽവർ മിറർ ഡിപ്പോസിറ്റ് ഉണ്ടായിരിക്കും. ഡ്യൂറിംഗ് ദിസ് റിയാക്ഷൻ ആൽഡിഹൈഡ് ഈസ് ഓക്സിഡൈസ്ഡ് ടു കറസ്പോണ്ടിങ് കാർബോക്സിലേറ്റ് അയോൺ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇത് ആര് തരത്തില്ല? നമ്മുടെ കീറ്റോൺസ് തരത്തില്ല. കാരണം കീറ്റോൺസിനെ ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ട് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കണം അവിടെ ഉണ്ടാകേണ്ടത്. ഇനി ഫെലിംഗ് സൊല്യൂഷൻ മറ്റൊരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റാണ്. ഫെലിംഗ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ടൈപ്പിലുണ്ട്. ഫെലിംഗ് സൊല്യൂഷൻ എയും ഉണ്ട്, ഫെലിംഗ് സൊല്യൂഷൻ ബിയും ഉണ്ട്. ഫെലിംഗ് സൊല്യൂഷൻ എ ഈസ് അക്വസ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് ഫെലിംഗ് സൊല്യൂഷൻ ബി ഈസ് ആൽക്കലൈൻ സോഡിയം പൊട്ടാസ്യം ടാട്രേറ്റ് ഓർ അതർവൈസ് കോൾഡ് ആസ് റോഷെല്ലെ സാൾട്ട്. അപ്പം ഫെല്ലിംഗ് സൊല്യൂഷൻ ആണെങ്കിൽ ഇത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ ആൽഡിഹൈഡ് എടുക്കുന്നു, ഫെല്ലിംഗ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു, റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ ഈ രണ്ടാണെങ്കിലും ആരെ മാത്രമേ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആൽഡിഹൈഡ്സിനെ മാത്രമേ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോട്ട് പോസിബിൾ ടു ഓക്സിഡൈസ് അവർ ketones. Therefore, this method or this reaction is used to test or distinguish aldehydes and ketones. Okay. ഇപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമ്മുടെ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, വിച്ച് ഈസ് ദ റിയേജന്റ് യൂസ്ഡ് ടു കൺവേർട്ട് കാർബണിൽ ഗ്രൂപ്പ് ടു CH2 ഗ്രൂപ്പ് ഇൻ ക്ലെമൻസൺ റിഡക്ഷൻ. ക്ലെമൻസൺ റിഡക്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ക്ലെമൻസൺ റിഡക്ഷൻ മാത്രം ഓർത്തുവെച്ചാൽ പോരാ, കൂടെ നമ്മുടെ വൂൾഫ് കിഷ്ണർ റിഡക്ഷനും ഉണ്ടായിരിക്കണം. In Clemmensen reduction, aldehydes and ketones, carbonyl group is converted to CH2 group, reduced to CH2 group in presence of concentrated HCl and zinc amalgam. നോക്കിക്കേ, നമ്മുടെ സ്ക്രീൻ നോക്കിക്കേ നിങ്ങൾ,
കാർബൈൽ ഗ്രൂപ്പ് വെൻ ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് HCl ഇൻ പ്രസൻസ് ഓഫ് എ സിങ്ക് അമാൽഗം, ആ CO ഗ്രൂപ്പ് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? CH2 ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്തു. CH2 ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി വൂൾഫ് കിഷ്ണർ റിഡക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ കാർബൈൽ ഗ്രൂപ്പ് ഈസ് റെഡ്യൂസ്ഡ് ടു CH2 ഗ്രൂപ്പ് ബൈ ട്രീറ്റിംഗ് വിത്ത് ഹൈഡ്രസീൻ ഫോളോഡ് ബൈ ഹീറ്റിംഗ് ബൈ സോഡിയം ഓർ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇൻ സോൾവെന്റ് സച്ച് ആസ് എഥിലിൻ ഗ്ലൈക്കോൾ. ഹൈഡ്രസീന്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഓർ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇൻ സോൾവെന്റ് സച്ച് ആസ് എഥിലിൻ ഗ്ലൈക്കോൾ. അപ്പോൾ ഈ രണ്ട് റിയേജന്റും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഹൈഡ്രസീനും ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് സിങ്ക് അമാൽഗം. കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് സിങ്ക് അമാൽഗം ആണെങ്കിൽ ആരാണ്? ക്ലെമൻസൺ റിഡക്ഷൻ. ഹൈഡ്രസീൻ ആണെങ്കിൽ ഫോളോഡ് ബൈ സോഡിയം ഹൈഡ്രോക്സൈഡ് ഓർ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എഥിലിൻ ഗ്ലൈക്കോൾ ആണെങ്കിൽ ആരാണ്? വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ. ഇത് രണ്ടിടത്തും നമ്മൾ ചെയ്യുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? കാർബൈൽ ഗ്രൂപ്പിനെ ആരായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്? CH2 ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിത് ആൻസർ ചെയ്യാമല്ലോ നമ്മുടെ ക്വസ്റ്റിന്. ഓക്കെ, ഏതാ റിയേജന്റ് ഉപയോഗിക്കുന്നത്? ഒറ്റ വാക്കിൽ സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നാലാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. അമീൻസ്. അമീൻസിലുള്ള കോൺസെപ്റ്റ് നമുക്ക് ഇതേപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. നമുക്ക് റൈറ്റ് എ മെത്തേഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ മെത്തേഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് പ്രൈമറി അമീൻസ്. പ്രൈമറി അമീൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡാണ്. ഈ പ്രൈമറി അമീൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് 5 or 6 മെത്തേഡ് ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡാണ് നമ്മുടെ ഹോഫ്മാൻ ബ്രോമാമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. ഹോഫ്മാൻ ബ്രോമാമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? ഇൻ ദിസ് റിയാക്ഷൻ പ്രൈമറി അമൈഡ് വെൻ റിയാക്ഷൻ വിത്ത് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ബ്രോമിൻ കൺവേർട്ടഡ് ടു primary amine having 1 carbon atom less than that of parent amide. നമുക്ക് തന്നിരിക്കുന്ന പ്രൈമറി അമൈഡിനെ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ബ്രോമിനും ഉപയോഗിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അല്ലെങ്കിൽ തന്നിരിക്കുന്ന പ്രൈമറി അമൈഡിനെ പ്രൈമറി അമീനായിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷേ അവിടെ കിട്ടുന്ന പ്രൈമറി അമീനിൽ 1 കാർബൺ ആറ്റം കുറവായിരിക്കും. റിയാക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇനി ഇതേ കാര്യം തന്നെ നമ്മൾ ഈ ബ്രോമിനും സോഡിയം ഹൈഡ്രോക്സൈഡും മാറ്റി ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിക്കുകയാണെങ്കിലും ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു പ്രൈമറി അമീൻ. പക്ഷെ അവിടെയുള്ള പ്രത്യേകത ഹാവിങ് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം, പ്രൈമറി അമീൻ വിത്ത് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന പ്രൈമറി അമീനിലുള്ള കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം എന്തായിരിക്കും? കുറവായിരിക്കും. 1 കാർബൺ ആറ്റം കുറവുള്ള പ്രൈമറി അമീൻ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈമറി അമീൻ പ്രിപ്പയർ ചെയ്യാനുള്ള 1 കാർബൺ ആറ്റം കുറവുള്ള പ്രൈമറി അമീൻ പ്രിപ്പയർ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മെത്തേഡാണ് നമ്മുടെ ഹോഫ്മാൻ ബ്രോമാമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ. ഓക്കെ, ഇനി അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻസിലേക്ക് പോകുമ്പോഴത്തേക്കും ഓർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിയാക്ഷനാണ് കാർബൈൽ അമീൻ റിയാക്ഷൻ. Both aliphatic and aromatic primary amines on reaction with chloroform and alcoholic potassium hydroxide give a foul smelling isocyanide or carbylamine. This reaction is used to test primary amines from secondary and tertiary amine. That is why this reaction is considered as or called as a carbylamine test. ഈ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി, തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഈ റിയാക്ഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഏത് റിയാക്ഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെല്ലാം ടെസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഈ സെക്കൻഡറിയും ടീച്ചർ നമുക്കിപ്പം സെക്കൻഡറിയും ടെറിഷറിയും പ്രൈമറി അമീനും നമുക്ക് തന്നു. ഇതിൽ ഏതാണ് പ്രൈമറി അമീൻ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആ 3 സൊല്യൂഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്തേച്ചാൽ മതി? ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും അതുപോലെ തന്നെ ക്ലോറോഫോമും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയാണോ ഫൗൾ സ്മെല്ല് കിട്ടുന്നത് അതാണ് ആര്? പ്രൈമറി അമീൻ. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാനിവിടെ ഫസ്റ്റ് മെഥനാമീനാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. മെഥനാമീന് ഓൺ റിയാക്ഷൻ വിത്ത് ക്ലോറോഫോം ആൻഡ് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ടു ഗീവ് മീഥൈൽ അയസോസൈനൈഡ് ഓർ മീഥൈൽ കാർബൈൽ അമീൻസ്. ഇനി അനിലിനാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഫീനൈൽ അയസോസൈനൈഡ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്യാമായിരുന്നല്ലോ. നമുക്ക് തന്നിരിക്കുന്നത് വിച്ച് ഈസ് ദ ഫസ്റ്റ് ബെസ്റ്റ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് പ്രൈമറി അമീൻസ് ആണ്. നമുക്ക് വിച്ച് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് പ്രൈമറി അമീൻ. ബെസ്റ്റ് എന്നല്ല, നമുക്ക് കാർബൺ ആറ്റത്തിന്റെ എണ്ണം കുറവൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ കൊടുക്കുന്നു. ഡിസ്ക്രൈബ് ദ കെമിക്കൽ റിയാക്ഷൻ ഗിവൺ ഓൺലി ബൈ പ്രൈമറി അമീൻ. കാർബൈൽ അമീൻ റിയാക്ഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ,
ദെൻ മറ്റൊരു റിയാക്ഷൻ അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യന് കംപ്ലീറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് കുപ്രസ് ക്ലോറൈഡ് ആൻഡ് HCl ടു ഗീവ് കറസ്പോണ്ടിങ് വിച്ച് പ്രൊഡക്റ്റ്, ഏത് പ്രൊഡക്റ്റ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ആൻസർ കൊടുക്കേണ്ടത്. ഓക്കെ, നോക്കുമ്പോൾ തന്നെ മനസ്സിലായി ഡയസോണിയം ക്ലോറൈഡിന്റെ അല്ലെങ്കിൽ ഡയസോണിയം സാൾട്ടിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. കുപ്രസ് ക്ലോറൈഡ് ആൻഡ് HCl എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സാൻമേഴ്സ് റിയാക്ഷൻ ആണ്. ഇപ്പോൾ സാൻമേഴ്സ് റിയാക്ഷൻ, ഗട്ടർമാൻ റിയാക്ഷൻ, ഇതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലുള്ളതാണ്. സാൻമേഴ്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഡയസോണിയം സാൾട്ട് ഓൺ റിയാക്ഷൻ വിത്ത് കുപ്രസ് ബ്രോമൈഡ് ഓർ കുപ്രസ് ക്ലോറൈഡ് വിത്ത് HCl അല്ലെങ്കിൽ ഡയസോണിയം സാൾട്ട് ഓൺ റിയാക്ഷൻ വിത്ത് HCl in presence of cuprous chloride or cuprous bromide to give corresponding chlorobenzene or bromobenzene. അതാണ് നമ്മുടെ സാൻമേഴ്സ് റിയാക്ഷൻ. ഞാൻ ആ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്ഷനിൽ ആദ്യം നിങ്ങൾ ഡയസോണിയം സാൾട്ടിൻ്റെ പ്രിപ്പറേഷനും കൂടി ഓർത്തോണം. അനിലിൻ ഓൺ റിയാക്ഷൻ വിത്ത് ആരോമാറ്റിക് പ്രൈമറി അമീൻസ് മാത്രം. അനിലിൻ ഓൺ റിയാക്ഷൻ വിത്ത് സോഡിയം നൈട്രൈറ്റ് ആൻഡ് HCl അഥവാ നൈട്രസ് ആസിഡ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 273 to 278 Kelvin to give benzene diazonium salt. This benzene diazonium salt on reaction with the cuprous halide in presence of HCl to give corresponding aryl halide അഥവാ ക്ലോറോബെൻസീൻ ഓർ ബ്രോമോബെൻസീൻ. ദിസ് റിയാക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് സാൻമേഴ്സ് റിയാക്ഷൻ. ഇവിടെ നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത് സോഡിയം നൈട്രൈറ്റ് ആൻഡ് HCl ആണ്. ഈ സോഡിയം നൈട്രൈറ്റ് ആൻഡ് HCl നമുക്ക് ഒന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്കിവിടെ ഈ രണ്ട് റിയാക്റ്റൻ്റ് അല്ലെങ്കിൽ NaNO2 HCl എടുക്കുന്നതിന് പകരം നമുക്ക് നൈട്രസ് ആസിഡ് ആണെങ്കിലും കൺസിഡർ ചെയ്യാം. ഈ നൈട്രസ് ആസിഡ് ഗ്യാസ് ആയതുകൊണ്ടാണ് പലപ്പോഴും റിയാക്ഷൻ നടത്തുമ്പോൾ ഈ HNO2 പകരമായിട്ട് നമ്മൾ NaNO2 സോഡിയം നൈട്രൈറ്റ് ആൻഡ് HCl ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കൊടുക്കാമല്ലോ. സാൻമേഴ്സ് റിയാക്ഷൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ക്ലോറോബെൻസീൻ. കുപ്രസ് ക്ലോറൈഡ് ആയതുകൊണ്ട് ക്ലോറോബെൻസീൻ. ഇനി ഇവിടെ ഈ കുപ്രസ് ഹാലൈഡിന് പകരം കോപ്പറിൻ HCl അല്ലെങ്കിൽ കോപ്പറിൻ HBr ആണെങ്കിൽ റിയാക്ഷനെയാണ് നമ്മൾ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ്. ദ റിയാക്ഷൻ ഈസ് കോൾഡ് ആസ് ഗട്ടർമാൻ റിയാക്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ക്യാൻ മൂവ് ടു ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾസിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യേണ്ടത് നമ്മുടെ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സിൽ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ദിസ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഹൈഡ്രോളിസിസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 3 തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ് കിട്ടുന്നത്. മോണോസാക്രൈഡ്സ്, പോളിസാക്രൈഡ്സ്, മോണോസാക്രൈഡ്സ്, ഒലിഗോസാക്രൈഡ്സ് ആൻഡ് പോളിസാക്രൈഡ്സ്. മോണോസാക്രൈഡ്സിന്റെ കേസിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും സിംപ്ലസ്റ്റ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് വിച്ച് ഡു നോട്ട് അണ്ടർഗോ ഹൈഡ്രോളിസിസ്. They have 3 to 7 കാർബൺ ആറ്റംസ്. 3 കാർബൺ ആറ്റം ഉള്ള ആളെയാണ് നമ്മൾ ട്രയോസ് എന്ന് വിളിക്കുന്നത്. 4 കാർബൺ ആറ്റം ഉള്ള ആളെ നമ്മൾ ടെട്രോസ്. If it contain an aldehyde group, then it is called as aldose. If it consists of a keto group, then it is called as ketose. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, മോണോസാക്രൈഡ്സിന്റെ പ്രത്യേകത സിംപ്ലസ്റ്റ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് വിച്ച് ഡസ് നോട്ട് അണ്ടർഗോ ഹൈഡ്രോളിസിസ്. 3 തൊട്ട് 7 കാർബൺ ആറ്റം വരെ ഉണ്ടാകാം. 3 കാർബൺ ആറ്റം ഉള്ളത് ട്രയോസ്, 4 എണ്ണം ഉള്ളത് ടെട്രോസ്. ഓക്കെ, ഇനി ആൾഡോ ടെട്രോസിന് എക്സാമ്പിൾ ആണ് എറിത്രിയോസ്, ആൾഡോ പെൻഡോസ്, റൈബോസ്, ആൾഡോ ഹെക്സോസ്, ഗ്ലൂക്കോസ്, കീറ്റോ ഹെക്സോസ്, ഫ്രക്ടോസ്. ഒലിഗോസാക്രൈഡ്സ്, നമ്മൾ മോണോസാക്രൈഡ്സിൽ നിന്ന് മാറി ഒലിഗോസാക്രൈഡ്സിലേക്ക് പോകുമ്പോൾ ഒലിഗോസാക്രൈഡ്സ് ഓൺ ഹൈഡ്രോളിസിസ് ദ ഈൽഡ് 2 to 10 മോണോസാക്രൈഡ്സ്. 2 to 10 മോണോസാക്രൈഡ്സ് വരെ കിട്ടും. ഡൈസാക്രൈഡ്സ് ഗീവ്സ് 2 മോണോസാക്രൈഡ്സ് ഓൺ ഹൈഡ്രോളിസിസ്. അതൊരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഡൈസാക്രൈഡ്സ് ആണ് ഹൈഡ്രോളിസിസ് നടത്തുന്നതെങ്കിൽ 2 മോണോസാക്രൈഡ്സ് ആയിരിക്കും പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ നോക്കിക്കേ, ഒലിഗോസാക്രൈഡ്സിന് എക്സാമ്പിൾ തന്നിട്ടുണ്ട് സ്യൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. സ്യൂക്രോസ് ആണ് ഹൈഡ്രോളിസിസ് നടത്തുന്നതെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ്. മാൾട്ടോസ് ആണ് ഹൈഡ്രോളിസിസ് നടത്തുന്നതെങ്കിൽ 2 മോളിക്യൂൾസ് ഗ്ലൂക്കോസ് ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ലാക്ടോസ് ആണ് ഹൈഡ്രോളിസിസ് നടത്തുന്നതെങ്കിൽ കിട്ടുന്ന പ്രൊഡക്റ്റ് ഗ്ലൂക്കോസും ഗാലക്ടോസും ആയിരിക്കും പ്രൊഡക്റ്റ്.
അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒലിഗോ സാക്രൈഡ്സ് വരുമ്പോൾ എപ്പോഴും ഓർത്തോണം ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2 മോണോ സാക്രൈഡ്സാണ്. പൊതുവേ നമ്മളോട് ഈ ഹൈഡ്രോളിസിന്റെ പ്രൊഡക്റ്റ് നമ്മളോട് സാധാരണ ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ പോളിസാക്രൈഡ്സിലേക്കാണ് പോകുന്നതെങ്കിൽ പോളിസാക്രൈഡ്സ് ഗീവ് ലാർജ് നമ്പർ ഓഫ് മോണോസാക്രൈഡ്സ് ഓൺ ഹൈഡ്രോളിസിസ്. അപ്പോൾ അവിടെ നമുക്ക് 2 എണ്ണം അല്ല നമുക്ക് കിട്ടുന്നത്, 2ൽ കൂടുതൽ ഒരുപാട് എണ്ണം മോണോസാക്രൈഡ്സ് ആയിരിക്കും പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ദർ ജനറൽ ഫോർമുല ഈസ് C6H10O5 N ടൈംസ് ആണ് ജനറൽ ഫോർമുല. നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ എക്സാമ്പിൾസ് നമുക്ക് വരുന്നത് സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. ഇതാണ് നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് ഉള്ളത്. അത് എക്സാമ്പിൾ വളരെ പ്രധാനപ്പെട്ടതാണ്, സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മോണോസാക്രൈഡ്സിന്റെ കേസിൽ നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇതാണ്. ആൾഡോ ടെട്രോസ് ആണെങ്കിൽ എറിത്രിയോസ്, ആൾഡോ പെൻറ്റോസ് ആണെങ്കിൽ റൈബോസ്, ആൾഡോ ഹെക്സോസ് ആണെങ്കിൽ ഗ്ലൂക്കോസ്, കീറ്റോ ഹെക്സോസ് ആണെങ്കിൽ ഫ്രക്ടോസ്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് സ്യൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. നാലാമത്തെ കേസിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഞാൻ ഈ ഡിസ്കസ് ചെയ്തതിൽ പ്രധാനമായിട്ടും ഞാൻ കൺസിഡർ ചെയ്ത കാര്യം ഇതാണ്. നമുക്ക് ഏത് പോർഷൻ ആണെങ്കിലും ഏത് ചാപ്റ്റർ ആണെങ്കിലും നമ്മൾ ഇതുപോലുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ലാബിൽ കൂട്ടിക്കൊണ്ടിരിക്കുക. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ആ ടോപ്പിക്കിലുള്ള കണ്ടന്റ് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലെത്തും. ആ ഒരു സ്റ്റഡി പാറ്റേൺ നമ്മൾ കീപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ മറക്കാനെടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അത് എപ്പോഴും കൂടുതലായിരിക്കും. അതായത് നമ്മൾ കൂടുതൽ നേരം നമ്മളത് ഓർത്തിരിക്കുമെന്ന് മീനിങ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.